ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്ഡൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നല്ലൊരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ക്രാബ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ക്രാബ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാലും എല്ലാം കൂടി ചേർത്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അത് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളകും പിന്നെ കറിവേപ്പിലയാണ്. 4 മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. സവാള ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്യുകയാണ്. കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ലേശം കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ടാണ് ഓയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് 2 അരിഞ്ഞെടുത്തായിരുന്നു, അതും പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണിന് വേണ്ടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ക്രാബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി കുക്കായും വരും. അതുപോലെ തന്നെ മസാല നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്രാബിനുള്ളിലേക്ക് നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണിന് വേണ്ടിയിട്ട് മുളക് പൊടിയും 2 ടീസ്പൂണിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും, ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം ആഡ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുക. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടി ആഡ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ കുരുമുളക് ചതച്ച് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ക്രാബിലേക്ക് നന്നായി മസാലയെല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി മതിയാവേ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ലേശം കുറവായിരുന്നു, അതാണ്. ക്രാബ് റോസ്റ്റ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.